നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ വീടിന്റെ ജപ്തി ഭയന്ന് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവം. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കീഴായൂർ സ്വദേശി ജയയാണ് ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി ആത്മഹത്യ ചെയ്തത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിനും ഓടിത്തുടങ്ങിയ ട്രെയിനും ഇടയിൽപ്പെട്ട് യുവാവിന് ഗുരുതര പരിക്ക്. തമിഴ്നാട് സ്വദേശി ലതീഷിനാണ് പരിക്കേറ്റത്. പുറത്തിറങ്ങിയ യുവാവ് തിരിച്ച് ട്രെയിനിൽ കയറുമ്പോഴായിരുന്നു അപകടം. കലയും സംസ്കാരവും മനുഷ്യബന്ധങ്ങളെ കോർത്തിണക്കുന്നുവെന്ന് MP അബ്ദുസമദ് സമദാനി MP. ആനമങ്ങാട് കഥകളി ക്ലബിന്റെ 40ാം വാർഷികാഘോഷങ്ങൾ സമദാനി ഉദ്ഘാടനം ചെയ്തു. 3ാം ക്ലാസ്സുകാരിയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി അധ്യാപിക. ഒറ്റപ്പാലം ലക്കിടിയിലാണ് ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഈ കാരുണ്യ സ്പർശം. അധ്യാപിക സജിതയാണ് തന്റെ ശിഷ്യയുടെ സ്വപ്നം സഫലീകരിച്ച് നൽകിയത്. തച്ചനാട്ടുകരയിൽ പോത്തുമുങ്ങിപ്പാറ കിഴക്കുംപുറ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം. ഇതുവഴിയുള്ള സർവീസുകൾ നിർത്തിവെക്കാനൊരുങ്ങി ബസ്സുകൾ. ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ജനകീയ സമിതി. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാമ്പിയിൽ വീടിന്റെ ജപ്തി ഭയന്ന് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഭർത്താവ് ഉദയന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പട്ടാമ്പിയിൽ ദാരുണ സംഭവമുണ്ടായത്. ബാങ്കിൽ നിന്നെടുത്ത ലോൺ കുടിശ്ശികയായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ജപ്തി നടപടികളുടെ ഭാഗമായി വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടമ്മയായ ജയ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ ജയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെട്ടു. സംഭവത്തിൽ ഭർത്താവ് ഉദയന്റെ പരാതിയിലാണ് പട്ടാമ്പി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ളത്. ഭർത്താവ് ഉദയന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പരാതി എഴുതി വാങ്ങുകയായിരുന്നു. ഇവർ ഷൊർണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്നും എടുത്ത 2 ലക്ഷത്തോളം രൂപയുടെ വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് 4 ലക്ഷം രൂപയോളം കുടിശ്ശികയായിരുന്നു. ഇതേ തുടർന്നാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നത്. എന്നാൽ വീട് ജപ്തി ചെയ്യാനല്ല, കാര്യങ്ങൾ അറിയിക്കുന്നതിന്റെ ഭാഗമായാണ് വീട്ടിലേക്ക് പോയതെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജപ്തി നടപടികൾ ബാങ്ക് നിർത്തിവച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിനും ഓടിത്തുടങ്ങിയ ട്രെയിനും ഇടയിൽപ്പെട്ട് യുവാവിന് ഗുരുതര പരിക്ക്. തമിഴ്നാട് കടലൂർ സ്വദേശി ലതീഷിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 9 കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസ് ട്രെയിൻ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു അപകടം. വടക്കാഞ്ചേരിയിൽ നിന്ന് സേലത്തേക്കുള്ള ടിക്കറ്റ് ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ഒറ്റപ്പാലത്തെത്തിയപ്പോൾ പുറത്തിറങ്ങിയ യുവാവ് തിരിച്ച് ഓടിത്തുടങ്ങിയ ട്രെയിനിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് കരുതുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കലയും സംസ്കാരവും മനുഷ്യബന്ധങ്ങളെ കോർത്തിണക്കുന്നുവെന്ന് MP അബ്ദുസമദ് സമദാനി MP പറഞ്ഞു. ആനമങ്ങാട് കഥകളി ക്ലബിന്റെ 40ാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സമദാനി. ആനമങ്ങാട് കഥകളി ക്ലബ്ബ് അംഗങ്ങൾ തിരിതെളിയിച്ചതോടെയാണ് കഥകളി ക്ലബിന്റെ 3 ദിവസത്തെ 40ാം വാർഷികാഘോഷ പരിപാടികൾ തുടങ്ങിയത്. MP അബ്ദുസമദ് സമദാനി MP ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കലയും സംസ്കാരവും മതവും രാഷ്ട്രീയവുമെല്ലാം മനുഷ്യബന്ധങ്ങളെ പരിപോഷിപ്പിക്കണമെന്ന് MP അബ്ദുസമദ് സമദാനി പറഞ്ഞു. നമുക്കിന്ന് വേണ്ടത് ഇതാണ്. അല്ലെങ്കിൽ തന്നെ കല എന്തിനാണ്? മനുഷ്യഹൃദയങ്ങളെ കോർത്തിണക്കുന്നില്ലെങ്കിൽ, സാഹിത്യം എന്തിനാണ് ഹൃദയത്തെ സംസ്കരിക്കുന്നില്ലെങ്കിൽ, രാഷ്ട്രീയം എന്തിനാണ് മനുഷ്യരെ പരസ്പര ബഹുമാനം പഠിപ്പിക്കുന്നില്ലെങ്കിൽ, മതം എന്തിനാണ് ആഴമുള്ള ഒരു ഹൃദയ സംസ്കാരം പ്രദാനം ചെയ്യുന്നില്ലെങ്കിൽ? അതുകൊണ്ട് ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യത്വത്തിൻ്റെ പരിപോഷണം തന്നെയാണ്. മാൻ ഈസ് ദ മെഷർ ഓഫ് എവരിതിങ്. എല്ലാറ്റിൻ്റെയും മാനദണ്ഡം മനുഷ്യനാണ്. ഇത് ഇമ്മാനുവൽ കാണ്ടിൻ്റെ പ്രസ്താവനയാണ്. ലോകപ്രശസ്ത ദാർശനികൻ മതത്തെ, രാഷ്ട്രീയത്തെ, കലയെ, സാഹിത്യത്തെ ഒക്കെ അളന്നു നോക്കാനുള്ള അളവുകോൽ മനുഷ്യനാണ്. അതുകൊണ്ട് എന്തൊരു വേദിയാണിത്, എന്തൊരു സദസ്സാണ്. കലകൾ ആസ്വാദകരമാണ്. എന്നാൽ മനുഷ്യർ പരസ്പരം മനസ്സിലാക്കുന്നതിലാണ് യഥാർത്ഥ ആനന്ദം കണ്ടെത്തേണ്ടതെന്നും സമദാനി പറഞ്ഞു. കഥകളിക്ക് മലബാറിൻ്റെതായ പങ്കുണ്ട്. കഥകളി വേഷത്തിൽ ഉട്ടോപ്യൻ വേഷവിധാനം സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഇത് ബഹുസ്വരതയായി കാണണമെന്നും സമദാനി അഭിപ്രായപ്പെട്ടു. അഭിമാനിക്കാം, ഈ കലയുടെ വളർച്ചയിൽ സ്വന്തമായൊരു പങ്ക് നിർവഹിക്കാൻ സാധിച്ചു. ആ വേഷവിധാനം കണ്ടാൽ തോന്നുന്ന ഒരു മുസ്ലിം പെൺകുട്ടി വേഷം ധരിച്ചിരിക്കുകയാണെന്ന്, കഥകളി വേഷം.
അങ്ങനെയൊക്കെ വന്നതാവാം. പലതും ചേരുമ്പോഴാണ് കല്ലുണ്ടാവുന്നത്. ഇപ്പം ഞാൻ രഞ്ജിഷിൻ്റെ പേര് പറഞ്ഞ മാതിരി നമ്മൾ ഹിന്ദുസ്ഥാനിയിലേക്ക് കടന്നാൽ എല്ലാം ഇങ്ങോട്ട് കഴിയും. അറബി വരും, ഗസൽ. ആ വാക്ക് തന്നെ അറബിയാണ്. ഗസൽ, അതാണ് ഗസൽ. മലയാളത്തിൽ എത്ര ഗസൽ ഗാനങ്ങളുണ്ടായി. അറബി വരും, പേർഷ്യൻ വരും, ഒക്കെ ചേർന്ന് ഒഴുകും. അതിർത്തികളില്ലാതെ ഈ പുഴ ഒഴുകും. അതൊഴുകട്ടെ. അതാണ് കഥകളിലെ വേഷം എത്യോപ്യൻ വേഷത്തെ അനുകരിച്ച് എന്നൊക്കെയാണ് പറയണത് ചരിത്രത്തിൽ. അത്ഭുതം. കേരളത്തിലെ ക്ഷേത്രകലയുടെ വേഷം തീരുമാനിച്ചപ്പോൾ എത്യോപ്യൻ വേഷവിധാനം അതിൽ സ്വാധീനിച്ചു. അതാണ് ബഹുസ്വരത, പ്ലൂരലിസം. എല്ലാം ചേരുക, എല്ലാം വേണം, എല്ലാം നിറഞ്ഞു നിൽക്കും. അങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. ഈ കഥകളി 40 കൊല്ലം നിങ്ങൾ ഈ സംഘടനയെ നിലനിർത്തിയത് തന്നെ ഒരു കലയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. MT വാസുദേവൻ നായരെയും M ജയചന്ദ്രനെയും സംദാനി അനുസ്മരിച്ചു. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കഥകളി ക്ലബിന്റെ യുവപ്രതിഭാ പുരസ്കാരം കഥകളി കലാകാരൻ കലാക്ഷേത്രം രഞ്ജിഷ് രാജന് സമർപ്പിച്ചു. കഥകളി സംഗീതജ്ഞൻ പാൽനാട് ദിവാകരനാണ് പുരസ്കാരം സമർപ്പിച്ചത്. ഡോക്ടർ NP വിജയകൃഷ്ണൻ പ്രശസ്തി പത്രം നൽകി. ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 6 ഇനങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം നേടിയ ആനമങ്ങാട് ALP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹിൻഷാ ഷമീൽ, സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ 3 തവണ തുടർച്ചയായി പങ്കെടുത്ത സന സബ്നം എന്നിവരെ അനുമോദിച്ചു. മുൻ MLA വി ശശികുമാർ മുഖ്യാതിഥിയായിരുന്നു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സലും കേരള കലാമണ്ഡലം ഡീനും കലാനിരൂപകരുമായ KB രാജാനന്ദും മുഖ്യപ്രഭാഷണം നടത്തി. കഥകളി സ്ഥാപക അംഗങ്ങളെ അനുസ്മരിച്ചു. പ്രാദേശിക കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ, അംഗങ്ങളായ PP രാജേഷ്, C ബാലസുബ്രഹ്മണ്യൻ, കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് വിരാജൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ N പീതാംബരൻ, EV ശങ്കരനാരായണൻ, EM നാരായണൻ നമ്പൂതിരി, NP മുരളി, PT മുഹമ്മദ്, CP വിജയൻ, സത്താർ ആനമങ്ങാട്, K പ്രേംകുമാർ, TP മോഹൻദാസ്, EP അയ്യൂബ്, K മുരളീധരൻ, PM ഷംസാദ് അലി, VC ശശി, EV മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തോരണയുദ്ധം കഥകളി അരങ്ങേറി. മൂന്നാം ക്ലാസ്സുകാരിയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അവളുടെ പ്രിയപ്പെട്ട അധ്യാപികയായ സാജിദ. ഒറ്റപ്പാലം ലക്കിടിയിൽ നിർധന കുടുംബത്തിന് അധ്യാപികയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയ ഒരു നല്ല വാർത്ത കാണാം. ടീച്ചറുടെ ഈ വീട് പോലെ എനിക്കുമൊരു കൊച്ചു വീട് വേണം. മൂന്നാം ക്ലാസ്സുകാരിയുടെ ഈ ഒരു വാക്കുകളാണ് അവളുടെ പ്രിയപ്പെട്ട അധ്യാപികയായ സാജിദയെ പുതിയ ഉദ്യമത്തിലേക്ക് എത്തിച്ചത്. ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഈ കാണുന്ന ഒറ്റമുറി വീട്ടിലായിരുന്നു 3 കുട്ടികളും 76-കാരിയായ വയോധികയും അടങ്ങുന്ന 6-അംഗ കുടുംബം കഴിഞ്ഞിരുന്നത്. പക്ഷാഘാതം ബാധിച്ച് മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിയാത്ത കുടുംബനാഥനായ അബ്ബാസും ഒരു അപകടത്തിൽ 2 കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ അബ്ബാസിൻ്റെ ഭാര്യയും ഇവരുടെ 76-കാരിയായ അമ്മയും 3 കുട്ടികളും അടങ്ങുന്ന ഈ കുടുംബം സുരക്ഷിതമായി തലചായ്ക്കാൻ ഒരു വീട് എന്ന സ്വപ്നവുമായി ഏറെക്കാലം തള്ളി നീക്കി. ഇതിനിടയിലാണ് 3-ാം ക്ലാസ്സുകാരിയായ ഇളയ മകളും സുഹൃത്തുക്കളും തങ്ങളുടെ അധ്യാപികയായ സാജിദ ടീച്ചറുടെ വീട് സന്ദർശിക്കാനിടയായത്. അവിടെ വെച്ചായിരുന്നു ഇവൾ ടീച്ചറോട് തനിക്കുമൊരു വീട് വേണമെന്ന വലിയ ആഗ്രഹം പങ്കുവെക്കുന്നത്. ഇതിനു പിന്നാലെ സാജിദ ടീച്ചർ വിദ്യാർത്ഥിനിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കർമ്മനിരതയാവുകയായിരുന്നു. 1ാം ക്ലാസ്സിലെ കുട്ടികളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അവർക്കൊരാഗ്രഹം എൻ്റെ വീട് കാണണം, ടീച്ചറുടെ വീട് കാണണം എന്ന് പറഞ്ഞ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് പ്രകാരം കുട്ടികളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അന്ന് വീട് കണ്ടപ്പോൾ ഇവിടുത്തെ മോള് വല്ലാത്തൊരാഗ്രഹം പറഞ്ഞു,
ടീച്ചറെ ഇത് നല്ല അടിപൊളി വീടാണല്ലോ, അപ്പൊ ഇതേപോലത്തെ ഒരു വീട് ഇനി ഞങ്ങളും കെട്ടും, ഞങ്ങൾക്കും വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു ആഗ്രഹമാണ് അവളുടെ മനസ്സിൽ. ആ കുട്ടി പിന്നെ അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളും കാരണം സുഖം കുറെ ബുദ്ധിമുട്ടുകളും കാരണം അവർക്ക് വീട് കെട്ടാനുള്ള സാഹചര്യം ഇല്ല. അത് മാത്രമല്ല അവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പൊ കടന്നു പോണത്. അപ്പൊ അത് പ്രകാരം ബാക്കിയുള്ള നമ്മൾ കുറെ ആളുകളെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഒരു ഇത് വഴിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീട് നിർമ്മാണത്തിന് മുൻകൈ എടുത്തത്. ടീച്ചറുടെ സുഹൃത്ത് വലയങ്ങളെയും ജിദ്ദയിലുള്ള അഭയം വനിതാ കൂട്ടായ്മയിലെ അംഗങ്ങളെയും കാര്യമറിയിച്ചു. ഇവരുടെ അകമഴിഞ്ഞ സാമ്പത്തിക സഹായം കൂടി ലഭിച്ചതോടെ ടീച്ചർക്ക് ധൈര്യമായി. വീടുപണിയുടെ ഓരോ ഘട്ടങ്ങളിലും സാജിദ ടീച്ചർ കർമ്മനിരതയായി രംഗത്തുണ്ടായിരുന്നു. ഇനി ഈ കാണുന്ന സുന്ദര ഭവനത്തിൽ 3-ാം ക്ലാസ്സുകാരിയും കുടുംബവും സന്തുഷ്ടരായി കഴിയട്ടെ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തച്ചനാട്ടുകര പോത്തുമുങ്ങിപ്പാറ കിഴക്കുംപുറം റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് സർവീസുകൾ നിർത്തലാക്കുന്ന അവസ്ഥയിലാണെന്ന് ജനകീയ സമിതി. MP, MLA, ത്രിതല പഞ്ചായത്ത് എന്നിവർ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് ജനകീയ സമിതി കൺവീനർ ടി റഷീദ് ആവശ്യപ്പെട്ടു. കുണ്ടും കുഴിയും കാരണം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഹോസ്പിറ്റലിൽ എത്താൻ പോലും കഴിയാത്ത അവസ്ഥ. ടാക്സി വാഹനങ്ങൾ വിളിച്ചാൽ ചുരുക്കം ചിലർ മാത്രമേ വരൂ. കാൽനടയാത്രയ്ക്ക് പോലും സഞ്ചാരയോഗ്യമല്ലാതെയായി പോത്തുമുങ്ങിപ്പാറ കിഴക്കുംപുറം റോഡ്. ശോചനീയാവസ്ഥയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണാനുള്ള നടപടി MP, MLA, ത്രിതല പഞ്ചായത്ത് എന്നിവർ സ്വീകരിക്കണം. അല്ലാത്തപക്ഷം ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ജനകീയ സമിതി കൺവീനർ ടി റഷീദ് പറഞ്ഞു. ഈ റോഡ് ഏറ്റവും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റ് ഈ റോഡിന് ആവശ്യമാണ്. ഇതിന് MP-യും അതുപോലെ തന്നെ MLA-യും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് മെമ്പർ തൊട്ട് എല്ലാ ജനപ്രതിനിധികളുടെയും കൂട്ടായ സഹകരണം ഇതിനുണ്ടാവണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രഥമ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതല്ലാത്ത പക്ഷം ഈ റോഡ് ഇനിയും യാത്രാ പ്രയാസങ്ങൾ നേരിടുകയാണെങ്കിൽ തീർച്ചയായും ഈ ജനകീയ കമ്മിറ്റി മറ്റു തുടർ നടപടിയിലേക്ക് പോകുമെന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. ചോളോട് റോഡിൽ പ്രവർത്തിക്കുന്ന കോറി ക്രഷറുകളിലേക്ക് ഈ റോഡിലൂടെയാണ് ലോറികൾ വരുന്നത്. ഇവയ്ക്ക് സമയക്രമം ഏർപ്പെടുത്തണമെന്നും ക്രഷറിയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഗ്രാമീണ റോഡുകൾ അനുവദിച്ച ഭാരപരിധി നിശ്ചയിച്ച് നൽകുകയും ആയത് സൂചിപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ സമിതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ധനുമാസരാവുകൾക്ക് കുളിരേകി തിരുവാതിരയെ വരവേറ്റ് മലയാളികൾ. വള്ളുവനാടൻ ഗ്രാമങ്ങളിലും പഴയ തറവാടുകളിലുമെല്ലാം തിരുവാതിര ഇപ്പോഴും മുറതെറ്റാതെ തന്നെ ആഘോഷിച്ചു വരുന്നു. സ്ത്രീകൾക്കാണ് തിരുവാതിര ആഘോഷം ഏറെ പ്രധാനം. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ്. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ്. ഭഗവതിക്കു തിരുനോയമ്പ് ഉണരുത് ഉറങ്ങരു. മലയാളികളിൽ ഗ്രഹദുരിതം ഉണർത്തുന്ന ആഘോഷങ്ങളിലൊന്നാണ് ധനുമാസത്തിലെ തിരുവാതിര. ഹൈന്ദവ ആചാരപ്രകാരമുള്ള തിരുവാതിര ആഘോഷം സ്ത്രീകൾക്കാണ് ഏറെ പ്രധാനം. പരമശിവനും ശ്രീപാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുനാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട്. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടിയും കന്യകമാർ വിവാഹം വേഗം നടക്കാനും തിരുവാതിര വ്രതം നോൽക്കുന്നു. സൂര്യോദയത്തിനു മുമ്പ് കുളത്തിൽ പോയി തിരുവാതിരപ്പാട്ട് പാടി തുടിച്ചു കുളിക്കൽ, തിരുവാതിരക്കളി, ഉറക്കമൊഴിക്കൽ, പാതിരാപ്പൂച്ചൂടൽ, ചോഴിവരവ് എന്നിവയെല്ലാം തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകളാണ്. കൂവപ്പായസം, പുഴുക്ക് എന്നിവ തിരുവാതിര ദിനത്തിൽ വീട്ടിൽ ഉണ്ടാക്കുന്നു. പഴയ പോലുള്ള ആചാരങ്ങൾ ഇന്നില്ലെങ്കിലും വള്ളുവനാടൻ ഗ്രാമങ്ങളിലും തറവാടുകളിലുമെല്ലാം മുറ തെറ്റാതെ തന്നെ തിരുവാതിര ആഘോഷിച്ചു പോരുന്നുണ്ട്. ശിവപാർവതി ക്ഷേത്രങ്ങളിലും തിരുവാതിര ആഘോഷം വിപുലമായി കൊണ്ടാടുന്നു. ഓണവും വിഷുവും കഴിഞ്ഞാൽ പഴമയുടെ മാധുര്യം നിറയ്ക്കുന്ന മലയാളികളുടെ ആഘോഷങ്ങളിലൊന്നാണ് തിരുവാതിര. ഭഗവതിക്കു തിരുനോയമ്പ് ഉണരുത്
കൊപ്പത്ത് നടന്നു വന്ന KSTU പാലക്കാട് ജില്ലാ സമ്മേളനം സമാപിച്ചു. 100 കണക്കിന് അധ്യാപകർ അണിനിരന്ന വിളംബര റാലിയോടെ സമാരംഭിച്ച സമ്പൂർണ്ണ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിലാണ് കൊപ്പത്ത് KSTU ജില്ലാ സമ്മേളനം നടന്നത്. ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത് അധ്യക്ഷനായി. തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം ഉദ്ഘാടനം ചെയ്തു. സപ്തപക്ഷി മുന്നണി അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗ് അതിൽ പങ്കാളിത്തം വഹിക്കുന്നു. മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയാവുന്നു. ഒരു വാശിയോടുകൂടി, ഒരു വെല്ലുവിളിയോടുകൂടിയാണ് ആ വകുപ്പ് ഏറ്റെടുത്ത് CH അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഞാൻ LP സ്കൂളുകളാണ് അനുവദിക്കുന്നത്, UP സ്കൂളുകളാണ് അനുവദിക്കുന്നത്, പരമാവധി ഹൈസ്കൂൾ അവിടെ. അതിന്റെ അങ്ങോട്ട് കടക്കാൻ ഇത് തുടങ്ങിയിട്ട് വേണമല്ലോ മറ്റുള്ള ഉണ്ടാവണമെങ്കിൽ. അന്ന് തുടക്കം കുറിക്കുന്നത് സർവേ നടത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എവിടെയെല്ലാം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അവിടെ സ്കൂളുകൾ ഒരുക്കേണ്ടി വന്നു. അന്ന് സദാ വില്യംസ് നമ്മൾ ഒരുപാട് ഒരു പരിധി വരെ അങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇത്രയും സ്കൂളുകൾ കൊടുക്കുന്നതിന് എതിരായി തികച്ചു വരുന്ന മറുപടി CH കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ തുടക്കം കഴിയുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ P റഷീദ് അഹമ്മദ് വിഷയാവതരണം നടത്തി. വനിതാ സമ്മേളനം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി നജ്മ തബ്ഷീറയും, യാത്രയപ്പ് സമ്മേളനം KSTU സംസ്ഥാന അസോസിയേറ്റ് സെക്രട്ടറി സിദ്ദീഖ് പാറക്കോടും ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് E മുസ്തഫ, ജില്ലാ വൈസ് പ്രസിഡന്റ് KT ജബ്ബാർ, സെക്രട്ടറി CS സാജിദ്, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി മാറ്റാന്തടം, ട്രഷറർ KM ഷെരീഫ്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ് കൈപ്പുറം, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ രംഗത്തും ശ്രദ്ധേയമായ ഇടപെടലുമായി കേരള ഹെൽത്ത് ക്ലബ്ബ് ഓർഗനൈസേഷൻ. വിവിധ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്ന അസോസിയേഷൻ എക്സി അംഗം വെളിനേഴി സ്വദേശി സുകുമാരന് വീട് പുനർനിർമ്മിച്ചു നൽകിയതിന്റെ താക്കോൽദാനം ജനുവരി 18 നടക്കുമെന്ന് ഭാരവാഹികൾ ചെറുപ്പുളശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2018 മുതൽ പ്രവർത്തിച്ചു വരുന്ന കേരള ഹെൽത്ത് ക്ലബ്ബ് ഓർഗനൈസേഷൻ ജിം ഓണർമാരുടെയും ട്രെയിനർമാരുടെയും ഒരു സംഘടനയാണ്. സംഘടന നടത്തിവരുന്ന വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിവിധ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്ന അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം വെള്ളിനേഴി സ്വദേശി സുകുമാരന് നല്ലൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകിയിരിക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം ജനുവരി 18 രാവിലെ 11:30 അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK അനിൽകുമാർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജനുവരി 19 ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ സ്റ്റേറ്റ് ഓപ്പൺ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പും ഫെബ്രുവരി 15, 16 തീയതികളിൽ കോഴിക്കോട് ബീച്ചിൽ വെച്ച് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഓർഗനൈസേഷന്റെ ഒരു മെമ്പറായിട്ടുള്ള മാങ്ങോട് വെള്ളിനേഴി ഭാഗത്തുള്ള ഞങ്ങളൊരു മെമ്പറാണ് ശ്രീ സുകുമാരന്. അദ്ദേഹത്തിന് വീടില്ലാതെ 24 വയസ്സായ ഒരു മകനുണ്ട്. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പോലാതെ വീൽ ചെയറിലാണ്. ആ അവസരത്തിലാണ് നമ്മുടെ ആയിട്ട് സംസാരിക്കുകയും അതിനോടനുബന്ധിച്ച് നമ്മളൊരു വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഏൽക്കുകയും അതിൻ്റെ 99% പണിയും കഴിഞ്ഞു. ഈ വരുന്ന ജനുവരി 18 തീയതി അതിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുകയാണ്. ആ താക്കോൽദാന കർമ്മം നിർവഹിക്കൽ അദ്ദേഹത്തിൻ്റെ വീട് നമ്മൾ കൈമാറുന്നത് നമ്മുടെ കേരള ഹെൽത്ത് ക്ലബ്ബ് ഓർഗനൈസേഷൻ്റെ ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ VK അനിൽകുമാറും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 14 ജില്ലകളിലുള്ള ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തുകൊണ്ടാണ്. അത് നമുക്കുള്ള ഒരു അഭിമാന മുഹൂർത്തമാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഫിറ്റ്നസ് മേഖലയിൽ ഒരു വ്യക്തിക്ക് വീട് വെച്ച് നൽകുന്നത്. അത് ഈ 18 തീയതി നടത്തപ്പെടുന്നതാണ്. നമ്മൾ 11:30 ശനിയാഴ്ച 11:30 നമ്മളത് നിർവഹിക്കപ്പെടും. അതിനോടനുബന്ധിച്ച് തന്നെ 19 തീയതി ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ ഒറ്റപ്പാലത്ത് വെച്ചിട്ട് ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ പ്രൈസ് മണി കോമ്പറ്റീഷനാണ് നടത്തപ്പെടുന്നത്. എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും നമ്മൾ പ്രൈസും മെഡലും ട്രോഫിയും കൊടുത്തിട്ടും ചാമ്പ്യന് ആം റെസ്ലിംഗ് ചാമ്പ്യന് നമ്മൾ 10,000 രൂപയും വിമൻസിന് 7,500 ബാക്കി വരുന്ന 27 കാറ്റഗറിയിലുള്ളവർക്ക് ഞങ്ങൾ പ്രൈസും മെഡലും ട്രോഫിയും കൊടുത്തിട്ട് നടത്തപ്പെടുന്നു. മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ള രീതിയിൽ ഒരു ചാരിറ്റി
ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടെ ആയിട്ടാണ് ഈ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളെ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. തൃശ്ശൂർ ഇതുപോലെ ഒരു കായിക പ്രേമി ആം റെസ്ലിങ്ങിൻ്റെ ഒരു കായിക താരം വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയത്ത് 1,50,000 രൂപ ഉടനെ തന്നെ സമാഹരിച്ച് നമ്മളെ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയുണ്ടായി. സംസ്ഥാന തലത്തിലുള്ള ജിമ്മുകളിൽ പ്രവർത്തിച്ചു വരുന്ന ട്രെയിനർമാരിൽ നിന്നും ഓണർമാരിൽ നിന്നും കിട്ടുന്ന ചെറിയ ധനസഹായം കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു സംസ്ഥാന തലത്തിലുള്ള ഓപ്പൺ പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നത്. എല്ലാ കാറ്റഗറിയിലും ക്യാഷ് പ്രൈസും ഏകദേശം 300-ൽ പരം പഞ്ചഗുസ്തി താരങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പങ്കെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജയമോഹൻ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശശി മോഹൻ, സെക്രട്ടറി സി രാമകൃഷ്ണൻ, ട്രഷറർ പ്രകാശ്, ജോയിന്റ് സെക്രട്ടറി റഫീഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരിമ്പുഴ അക്ഷരക്കൂട്ടം വായനശാലയുടെ 5ാം വാർഷികാഘോഷം കരിമ്പുഴ AUP സ്കൂളിൽ വെച്ച് നടന്നു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അക്ഷരക്കൂട്ടം വായനശാല ഗ്രേഡ് Dയിൽ നിന്നും B ആയി ഉയർന്നത് പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണെന്ന് MLA പറഞ്ഞു. വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യരെ കേന്ദ്രബിന്ദുവാക്കി നിർത്താനും മാനവികതയെ മുറുകെ പിടിക്കാനും നമ്മുടെ സമൂഹത്തിൽ നമുക്കും പഠിക്കാനാകണം. പുതിയ തലമുറയെ നമുക്കത് പരിശീലിപ്പിക്കാനുമാകണം. അത്തരത്തിൽ മാനവികതയെ മുറുകെ പിടിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തനം എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം, മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് കെട്ടിടം വന്നാൽ അവിടെ നിൽക്കുന്നു തോന്നുന്നില്ല. അപ്പൊ പുതിയ ആവശ്യം വരും. കെട്ടിടത്തിന് അതൊരു സ്വാഭാവികമാണ്. കെട്ടിടം കിട്ടി 2 കൊല്ലം കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വരും. അങ്ങനെ പുതിയ ആവശ്യങ്ങൾ വരട്ടെ, പുതിയ ആഗ്രഹങ്ങൾ വരട്ടെ, പുതിയ സ്വപ്നങ്ങൾ വരട്ടെ. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് നമ്മുടെ അക്ഷരക്കൂട്ടത്തിന് എല്ലാവരെയും ചേർത്ത് നിർത്താനാകട്ടെ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് മുഖ്യാതിഥിയായി. മേഴ്സി ഷാജു, യാമിനി ഗോപാലകൃഷ്ണൻ, രഞ്ജിനി കുണ്ടൂർക്കുന്ന എന്നിവരുടെ പുസ്തക പ്രകാശനം നടത്തി. തുടർന്ന് യുവപ്രതിഭ അവാർഡ് ജേതാവ് അനീഷ് മണ്ണാർക്കാടിന്റെ ഗാനാലാപനവുമുണ്ടായി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീകൃഷ്ണൻ കൃഷ്ണൻകുട്ടി, ലൈബ്രറി കൗൺസിൽ അംഗം മുരളി മോഹനൻ, വാർഡ് മെമ്പർ നിഷാരാമൻ, വായനശാല സെക്രട്ടറി രാജു കരിമ്പുഴ, പ്രസിഡന്റ് സൈദലവി, വായനശാല ജോയിന്റ് സെക്രട്ടറി സത്യരാജ് എന്നിവർ സംസാരിച്ചു. കവിയരങ്ങ്, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, ഒപ്പന, നാടകം എന്നിവയും ഉണ്ടായി. ഒരു സായം സന്ധ്യ അണയും നേരം ഞാനും മുന്നിലും പിന്നിൽ നിന്നും 2 പേർ പാപ്പാന്മാരും എത്തി ഞാൻ നേരാം വണ്ണം അമ്പലപ്പറമ്പിലെ അത്തിക്കാമരച്ചോട്ടിൽ പൂക്കോട്ടുകാവ് ഞാറ്റുവേല രാജലക്ഷ്മി സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ രചനാ ശില്പശാല പൂക്കോട്ടുകാവിൽ നടന്നു. കവി പി രാമൻ ഉദ്ഘാടനം ചെയ്തു. മുനകൂർത്ത ഭാഷയുടെ ശില്പികളാണ് കുട്ടികളെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. നിഴൽ നടന്ന വഴികൾ എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. നിങ്ങൾക്കൊരു കവിത വായിച്ചിഷ്ടപ്പെട്ടാൽ നിങ്ങളാണ് അത് എഴുതിയിരുന്നത് എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയാൽ, ഈ കവിത ഞാൻ എഴുതുന്ന കവിതയായിരുന്നു, അത്ര ഇഷ്ടമായി എന്ന് ആഗ്രഹിച്ചു പോയാൽ പിന്നൊട്ടും മടിക്കേണ്ടതില്ല, മോഷ്ടിച്ചോളൂ. നിങ്ങൾക്കൊരു കവിത ഇഷ്ടപ്പെട്ടാൽ നിങ്ങളാണ് എഴുതിയിരുന്നത് എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയാൽ പിന്നൊട്ടും മടിക്കേണ്ടതില്ല, മോഷ്ടിച്ചോളൂ. അത് എഴുതപ്പെട്ടത് തന്നെ നിങ്ങളുടേതാവാൻ വേണ്ടിയാവും. മണികണ്ഠൻ പട്ടശ്ശേരി അധ്യക്ഷനായി. ബിന്ദു പരിയാപുരം, ഹരിശങ്കർ മുന്നൂർക്കോട്, രാംദാസ് മായന്നൂർ, മഞ്ജുഷ KM എന്നിവർ സംസാരിച്ചു. യുറീക്ക പത്രാധിപ സമിതി അംഗം PM നാരായണൻ ചർച്ചകൾ നയിച്ചു.
ജനുവരി 18 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പരിയാനംപറ്റ മൂകാംബിക കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന സാഹിത്യോത്സവം സംസ്ഥാന പുരസ്കാരം നേടിയ നടി ബീന ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് ആനമങ്ങാട് ആശ്വാസ് പാലിയേറ്റീവിലെ രോഗികളുടെ സംഗമം സംഘടിപ്പിച്ചു. സ്നേഹസ്പർശം എന്ന പേരിൽ നടന്ന സംഗമം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. നിരാലംബരായ രോഗികൾക്ക് കരുതലായി ആനമങ്ങാട് ആശ്വാസ് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ 4 വർഷം പിന്നിട്ടു. ഈ വർഷത്തെ പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് ആശ്വാസ് പാലിയേറ്റീവിന്റെ ആഭിമുഖ്യത്തിൽ ആനമങ്ങാട് AUP സ്കൂൾ അങ്കണത്തിൽ രോഗികൾ ഒത്തുകൂടി. രോഗികളുടെ കുടുംബാംഗങ്ങളും ആശ്വാസിന്റെ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു. നജീബ് കാന്തപുരം MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വിഷ്ണു ദേവ് ആരോഗ്യബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, വൈസ് പ്രസിഡന്റ് ഷീജമോൾ, അംഗങ്ങളായ PP രാജേഷ്, MP മജീദ്, സി ബാലസുബ്രഹ്മണ്യൻ, ലീന ശാന്തിനി, അമ്പിളി, സജിത, സ്വാഗത സംഘം ചെയർമാൻ CP വിജയൻ, N പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിഷമതകൾ മറന്നുള്ള ഈ ഒത്തുചേരൽ എല്ലാവരിലും സന്തോഷത്തിന്റെ നിമിഷങ്ങളായി. ആശ്വാസ് പാലിയേറ്റീവ് പ്രസിഡന്റ് ഈസ പാറൽ, സെക്രട്ടറി T അഫ്സ ബാബു, ട്രഷറർ K വേലുക്കുട്ടി, CM ജ്യോതിഷ്, ഷമീറ ഖാലിദ്, T രാധ, ഉഷ മൺലായ, K റാഫി, PM ഷംസാദ് അലി, അൻവർ സാദത്ത്, ഷിബു കൊടക്കാട് തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി. TBR ക്ലബ്ബ് പ്രവർത്തകരും സഹകരിച്ചു. ഇന്ത്യയിലെ വിവിധ സേനകളിലേക്ക് ട്രെയിനിംഗ് നൽകി 100 പേരെ കൈപ്പിടിച്ചുയർത്തുകയും സേനയിൽ ജോലി സാധ്യമാക്കുന്നതിൽ സെഞ്ചുറി പൂർത്തീകരിക്കുകയും ചെയ്ത കടമ്പഴിപ്പുറം പുല്ലുണ്ടശ്ശേരി ദ്വാരകയിൽ മുൻ നാവികസേന പെറ്റി ഓഫീസർ ശ്രീജിത്ത് S മേനോനെ K പ്രേംകുമാർ MLA അനുമോദിച്ചു. ശ്രീജിത്തിനെ പോലെയുള്ളവർ രാജ്യത്തിന് മാതൃകയാണെന്ന് MLA പറഞ്ഞു. ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങിയിട്ട് ഒന്നുമല്ല 100 പേർക്ക് സർക്കാർ സ്ഥിര നിയമനം ആംഡ് ഫോഴ്സസിൽ നേടിക്കൊടുത്തിട്ടുള്ളത്. അതിന് ഒരു സാമൂഹ്യപരമായിട്ടുള്ളൊരു പ്രതിബദ്ധത വേണം. പരിശീലനത്തിന് തയ്യാറായ കുട്ടി മാത്രം പോരാ, ആ കുട്ടിക്ക് അത് പകർന്നു കൊടുക്കാൻ സമർപ്പിതമായി ത്യാഗമനസ്സോടുകൂടി അവർക്ക് ജോലി ലഭിക്കണം എന്ന വാശിയോടുകൂടി ഇടപെടാനുള്ള ഒരു മനസ്സ് വേണം. അത്തരമൊരു മനസ്സ് ശ്രീജിത്തിനുണ്ട് എന്നതാണ് MLA എന്ന നിലയിലും പൊതുപ്രവർത്തനം എന്ന നിലയിലും എല്ലാം ഇവിടെ വരാനും ഇങ്ങനെ ഒരു അനുമോദനം അറിഞ്ഞ് ഏതാണ്ട് ഒരു 24 മണിക്കൂറിനുള്ളിൽ, അന്ന് രാവിലെയാണ് സംസാരിച്ചത്, 12 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനും സാധിച്ചത്. ചടങ്ങിൽ C കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ശ്രീലത, എക്സ് സർവീസ് മെൻ സംസ്ഥാന സെക്രട്ടറി K കൃഷ്ണകുമാർ, പാലക്കാടൻ സൈനിക സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് AK അനിൽകുമാർ, V ദിലീപ്, O ബാലകൃഷ്ണൻ, K രമേശ്, K വത്സൻ, S സഞ്ജീവ്, ശ്രീജിത്തിന്റെ ടീം ടൈഗേഴ്സിൽ നിന്ന് വിവിധ സേനകളിൽ സർവീസ് ചെയ്യുന്നവർ, ട്രെയിനിങ്ങിലുള്ള കുട്ടികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി, റെയിൽവേ, CISF, CRPF, BSF, ആസാം റൈഫിൾസ്, കേരള പോലീസ്, കേരള ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാ മേഖലകളിലും ശ്രീജിത്തിന്റെ ശിഷ്യർ ഉണ്ട്. ശ്രീജിത്ത് നിലവിൽ SBI ചെറുപ്പളശ്ശേരി ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്നു. 10 കൊല്ലത്തോളമായി. ആദ്യം തുടങ്ങുമ്പോഴൊന്നും വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇവിടെ ബോർഡ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. ഇന്നത്തെ പോലുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൊബൈലോ കാര്യങ്ങളൊന്നുമില്ല. ആരും കമ്മ്യൂണിക്കേഷൻ ഒന്നും ചെയ്യാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും പിള്ളേർ അവിടെ കറക്റ്റായിട്ട് എത്തിയിരുന്നു. ഞാനിവിടെ നാട്ടിലുള്ള ഇവിടെ കറമ്പറ്റ എന്ന് പറഞ്ഞൊരു വീട്ടിലെ അവിടെ ഒരു പ്രമോദ്, അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് ഗ്രൗണ്ടിൽ. അപ്പോഴാണ് അവിടെ കുറേ കുട്ടികൾ എന്നെ അന്വേഷിച്ച് വരാൻ തുടങ്ങിയത്. അങ്ങനെ അവിടുന്ന് തുടങ്ങിയതാണ്. പിന്നെ പതുക്കെ അങ്ങനെ തുടങ്ങി ഇന്ന് ഈ കാണുന്ന അല്ലെങ്കിൽ 100 എന്നുള്ള ലെവലിലേക്ക് എത്തി. ഒരുപാട് അഭിമാനം തോന്നുന്നു. അത് ഞാൻ ഈ നേട്ടം കൈവരിക്കുന്നതൊരു നേട്ടമായിട്ടുള്ള എൻ്റെ ഒരു കർത്തവ്യമായിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും കണക്കാക്കുന്നത്. ഈ നേട്ടം കൈവരിക്കാൻ ഇവിടെ നിൽക്കുന്ന ടൈഗേഴ്സിലുള്ള കുട്ടികളുണ്ട്, ഇപ്പോൾ സർവീസ് സോൾജേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇതിൽ ഇപ്പോൾ ലീവിൽ വന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഞാൻ അവർക്ക് സമർപ്പിക്കുകയാണ്. കാരണം അവരുടെയും കൂടി കോൺട്രിബ്യൂഷൻ ആണ്. ഞാൻ അവരിലെ കഴിവുകളെ ജസ്റ്റ് പോളിഷ് ചെയ്യാൻ ശ്രമിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വലിയ ആശുപത്രികളിൽ ലഭ്യമാകുന്ന വിവിധ വിഭാഗം സ്പെഷ്യാലിറ്റി ചികിത്സകൾ ലഭ്യമാക്കി തച്ചനാട്ടുകര കാരാട് ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അക്ഷര വായനശാലയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നാട്ടുകൽ SI രാംകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തുടർ ചികിത്സ ആവശ്യമായവർക്ക്
പ്രത്യേക പരിഗണനയോടെ സൗകര്യം ഒരുക്കി. ഓർത്തോപീഡിക്സ്, ജനറൽ മെഡിസിൻ, ENT, പൾമനോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ മാങ്ങോട് മെഡിക്കൽ കോളേജിലെയും ചെർപ്പശ്ശേരി സൈൻ കണ്ണാശുപത്രിയുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ഉണ്ടായിരുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം 200-ലധികം പേർ ചികിത്സ തേടിയെത്തിയിരുന്നു. ENT വിഭാഗത്തിൽ കണ്ണ് സംബന്ധമായ അസുഖത്തിൽ 15 പേരെ തുടർ ചികിത്സയ്ക്ക് നിർദ്ദേശിച്ചു. ഇവർക്ക് ചൊവ്വാഴ്ച സൈൻ കണ്ണാശുപത്രിയിൽ വിദഗ്ധ ചികിത്സ നൽകും. മറ്റു വിഭാഗങ്ങളിൽ 10ഓളം പേർക്കും തുടർ ചികിത്സ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവർക്ക് മാങ്ങോട് മെഡിക്കൽ കോളേജിലും ചികിത്സ ഒരുക്കുമെന്ന് വായനശാല സെക്രട്ടറി ടി റഷീദ് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ ഈ ക്യാമ്പിൻ്റെ നേതൃത്വത്തിൽ തുടർന്നുള്ള ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്നിവിടെ പരിശോധന നടത്തുന്ന ആളുകൾക്ക് അവർക്കാവശ്യമായി വരുന്ന മരുന്നുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ സൗജന്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ നാടിനും സമൂഹത്തിനും ഏറെ മാതൃകയാക്കുന്ന ഒന്നാണ്. ക്ലബ്ബ് പരിസരത്ത് നടന്ന ക്യാമ്പ് നാട്ടുകൽ SI രാംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ക്ലബ്ബുകളൊക്കെ അല്ലെങ്കിൽ ഇത്തരം വായനശാലകളൊക്കെ ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്തുകളായിരുന്നു. എന്നാൽ ഒരു ചെറുപ്പക്കാരുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്ന കാലഘട്ടങ്ങളായിരുന്നു കാലഘട്ടത്തിൽ. പിന്നെ ഈവന്റ് മാനേജ്മെന്റുകളൊക്കെ ഏറ്റെടുത്തോടു കൂടിയിട്ട് ക്ലബ്ബുകളൊക്കെ ഇല്ലാതെയിരിക്കും. എന്നാൽ കലാകായിക സാംസ്കാരിക രംഗങ്ങളിലെ കൂടി ഗ്രാമത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്ത് ഇത്തരം ക്ലബ്ബുകളാണ്. അതിനേക്കാൾ ഉപരി ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ചെറുപ്പക്കാരെ ഒത്തുകൂടുന്ന ഒരു വേദി. എല്ലാത്തിനും രാഷ്ട്രീയമുണ്ട്. അപ്പൊ ആ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയവും കൂടി ചർച്ച ചെയ്യുന്ന ഒരു വേദികളായിരുന്നു ഇത്തരം ക്ലബ്ബുകളൊക്കെ. വായനശാല സെക്രട്ടറി ടി റഷീദ് അധ്യക്ഷനായി. ക്ലബ്ബ് സെക്രട്ടറി കെ അരവിന്ദ്, ക്ലബ്ബ് അംഗങ്ങളായ ടി അജിത്ത്, ടി ഹരികൃഷ്ണൻ, എൻ സുബീഷ്, ടി ജയേഷ്, രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലായ മാരായമംഗലം കൈരളി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഫിറ്റ്നസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ കായിക പരിശീലനത്തിൽ പങ്കെടുത്ത് സർക്കാരിന്റെ വിവിധ മേഖലകളിൽ ജോലി കരസ്ഥമാക്കിയ യുവതി യുവാക്കൾക്ക് കൈരളി ഗ്രന്ഥശാല അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. നെല്ലായ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അധ്യക്ഷനായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു, മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ KC മുരളി മാസ്റ്റർ, കായികാധ്യാപകൻ ബബിൻ മാസ്റ്റർ, ഐ ഷാജു, ശശി, പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പിയിൽ വീടിന്റെ ജപ്തി ഭയന്ന് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവം. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കീഴായൂർ സ്വദേശി ജയയാണ് ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തി ആത്മഹത്യ ചെയ്തത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിനും ഓടിത്തുടങ്ങിയ ട്രെയിനും ഇടയിൽപ്പെട്ട് യുവാവിന് ഗുരുതര പരിക്ക്. തമിഴ്നാട് സ്വദേശി ലതീഷിനാണ് പരിക്കേറ്റത്. പുറത്തിറങ്ങിയ യുവാവ് തിരിച്ച് ട്രെയിനിൽ കയറുമ്പോഴായിരുന്നു അപകടം. കലയും സംസ്കാരവും മനുഷ്യബന്ധങ്ങളെ കോർത്തിണക്കുന്നുവെന്ന് MP അബ്ദുസമദ് സമദാനി MP. ആനമങ്ങാട് കഥകളി ക്ലബിന്റെ 40ാം വാർഷികാഘോഷങ്ങൾ സമദാനി ഉദ്ഘാടനം ചെയ്തു. 3ാം ക്ലാസ്സുകാരിയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി അധ്യാപിക. ഒറ്റപ്പാലം ലക്കിടിയിലാണ് ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഈ കാരുണ്യ സ്പർശം. അധ്യാപിക സജിതയാണ് തന്റെ ശിഷ്യയുടെ സ്വപ്നം സഫലീകരിച്ച് നൽകിയത്. തച്ചനാട്ടുകരയിൽ പോത്തുമുങ്ങിപ്പാറ കിഴക്കുംപുറ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം. ഇതുവഴിയുള്ള സർവീസുകൾ നിർത്തിവെക്കാനൊരുങ്ങി ബസ്സുകൾ. ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ജനകീയ സമിതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.